സബ്ബാസവ സൂത്രത്തിൽ നമ്മൾ കുറച്ച് കാര്യം ഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭോജ്യംഗത്തെ നമ്മൾ ഭാവന ചെയ്യണം. അതായത് വീണ്ടും വീണ്ടും അഭ്യസിച്ച് അതിൽ 7 അംഗങ്ങളെയും വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 3 അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ബാക്കി 4 അംഗങ്ങൾ പീതി, പ്രസദ്ധി, സമാധി, ഉപേക്ഷ, ഇതിനെ 4 എണ്ണത്തെയും വർദ്ധിപ്പിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഭാവന എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും അഭ്യസിച്ച് വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുക? രണ്ടാമത്തെ ധ്യാനം വരെ പീതി എന്ന് പറയുന്ന അവസ്ഥ നമ്മൾക്കുണ്ടാകും. പ്രീതി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലെ ആനന്ദം. മൂന്നാമത്തെ ധ്യാനം വരെ സുഖയും നമ്മൾക്കുണ്ടാകും. ഇപ്പോൾ പീതി, സുഖം നമ്മൾ അഭ്യസിക്കുന്നതിന് 2ഉം അതേപോലെ തന്നെ 3ഉം ധ്യാനങ്ങൾ, അതായത് 3 വരെയുള്ള ധ്യാനങ്ങൾ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ പീതി, പ്രസദ്ധി നമ്മൾക്ക് കൂടും. പിന്നെ സമാധി എന്ന് പറയുന്നത് 4 ധ്യാനങ്ങളും നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ അതാണ് സമാധി. സതിപഠാന സൂത്രത്തിൽ സമാധിയുടെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 അങ്ങനെ 4 ധ്യാനങ്ങൾ കാണും. ഈ 4 ധ്യാനങ്ങൾ അഭ്യസിക്കുന്ന സമയത്തും നമ്മൾക്ക് സമാധി കൂടും. പിന്നെ ഉപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാനാണ് സമത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിങ്ങനെയാണ് നമ്മൾ പീതി, പ്രമോദം, അതേപോലെ തന്നെ സമാധി, ഇവയെല്ലാം നമ്മൾ ഭാവന ചെയ്യണം. അതായത് വീണ്ടും വീണ്ടും അഭ്യസിപ്പിച്ച് അതിനെ വർദ്ധിപ്പിക്കണം.